സുബ്ഹിന്റെ ജമാഅത്തിൽ ഒരാൾ പോയി പങ്കെടുത്താൽ ഫകഅന്നമാ ഖാമൽ ലൈല കുല്ലഹു, സുബ്ഹിന്റെ ജമാഅത്തിന് പോയി പങ്കെടുക്കുന്ന മനുഷ്യൻ രാത്രി മുഴുവനും നിന്ന് നിസ്കരിച്ചവനെ പോലെയാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രയും വലിയ മഹത്വമല്ലേ സുബ്ഹിന്റെ ജമാഅത്തിന്. ഒരൊറ്റ ദിവസം ജമാഅത്തിന് ആളെ കാണാതായപ്പോ എത്ര ദേഷ്യത്തോടെയാണ് ഉമർ ബിൻ ഖത്താബ് തങ്ങൾ സംസാരിച്ചത്. സുബഹി നിസ്കാരം കഴിഞ്ഞിങ്ങനെ നോക്കുമ്പോ സുഫിൽ എന്നും കാണുന്ന ഒരാളാണ് സുലൈമാൻ ബിൻ അബീ ഹസ്മ റളിയല്ലാഹു അൻഹു. ഒരു ദിവസം കാണാനില്ല. നിസ്കാരം ജമാഅത്തൊക്കെ കഴിഞ്ഞ് മഹാൻ അവറുകൾ പോകുന്നു സൂക്കിലേക്ക്. ആ പള്ളിന്റെ സൂക്കിനോട് ചേർന്നിട്ടുള്ള വീടാണ് സുലൈമാൻ ബിൻ അബീ ഹസ്മ റളിയല്ലാഹു അൻഹുവിന്റെ വീട്. വീട്ടിന്റെ മുറ്റത്ത് ഉമ്മ അങ്ങനെ അടിച്ചു വാരുന്നു. ഉമ്മാനോട് ചോദിച്ചു, ഷിഫ ബീവിയോട് ചോദിച്ചു, നിങ്ങളെ മോനെവിടെ? ഇന്ന് ജമാഅത്തിന് കണ്ടില്ലല്ലോ. ഉമ്മ പറഞ്ഞു, ഒന്നുമല്ല, സാധാരണ തഹജ്ജുദിന് എഴുന്നേൽക്കാറുണ്ട് എന്റെ മോന്. ഇന്നലെ കുറച്ച് നേരത്തെ എഴുന്നേറ്റു. എന്നും സുബഹിന്റെ ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ മുമ്പൊക്കെ എഴുന്നേറ്റ് നിസ്കരിച്ച് ഖുർആൻ ഓതി ദിക്ർ ചൊല്ലി ജമാഅത്തിന് ബാങ്ക് കൊടുക്കുമ്പോഴേക്ക് പള്ളിയിലെത്താറാണ്. ഇന്നലെ കുറച്ച് നേരത്തെ എഴുന്നേറ്റപ്പോ നിസ്കാരം കഴിഞ്ഞ് സാധാരണ നിസ്കരിക്കുന്ന നിസ്കാരവും ദുആവും ഔറാദും ഒക്കെ കഴിഞ്ഞ് അവിടെ ഇരുന്ന് ആ ഇരുത്തത്തിൽ അങ്ങ് കിടന്നുറങ്ങിപ്പോയി. ഉറക്ക് കൂടുതൽ വന്ന് ഉറങ്ങി. പിന്നെ എഴുന്നേറ്റ് നോക്കുമ്പോ ജമാഅത്ത് പള്ളിയിൽ കഴിഞ്ഞിട്ടുണ്ട്. മദീന പള്ളിയിൽ സഹോദരങ്ങളെ സുന്നത്ത് നിസ്കാരത്തിന്റെ ഒരു ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ. അല്ലാതെ ആരെയും കൂടുതൽ നേരം കാത്തിരിക്കാറില്ല. സുബ്ഹിന്റെ സുന്നത്ത് നിസ്കാരം കഴിഞ്ഞാൽ ഇമാമ നിൽക്കുന്ന ആളോട് ഇഖാമത്ത് കൊടുക്കട്ടെ എന്ന് ചോദിക്കും. ഇഖാമത്തിന് സമ്മതം കൊടുക്കും. ഇഖാമത്ത് കൊടുക്കുന്നു. ജമാഅത്ത് നടക്കുന്നു. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റപ്പോ ജമാഅത്ത് കഴിഞ്ഞപ്പോ വീട്ടിൽ വെച്ച് തന്നെ നിസ്കരിച്ചു പോയി. റളിയല്ലാഹു കേട്ടപ്പോ അങ്ങനെ എന്നാ പ്രശ്നമില്ല എന്നല്ല റളിയല്ലാഹു അൻഹു പറഞ്ഞത്. നിങ്ങൾ മോനോടൊരു കാര്യം പറയണം. എന്താ പറയണ്ടെന്ന് അറിയോ? ലഅൻ യഹ്ളുറ ഫീ സ്വലാത്തി സുബ്ഹി ഫിൽ ജമാഅ, ജമാഅത്തിലായിട്ട് സുബ്ഹി നിസ്കാരത്തിൽ പങ്കെടുക്കുന്നത് അഹബ്ബു ഇലയ്യ മിൻ അൻ അഖൂമ ലൈല, രാത്രി മുഴുവനും നിസ്കരിക്കുന്നതിനേക്കാൾ എനിക്ക് ഇഷ്ടം സുബ്ഹിന്റെ ജമാഅത്തിൽ പങ്കെടുക്കലാണ്. അത് നിങ്ങൾ മോനോട് പറയണം. അതുകൊണ്ട് തഹജ്ജുദിന് എണീറ്റിട്ട് സുബ്ഹിന്റെ ജമാഅത്ത് പോക്കരുത്. സുബ്ഹിന്റെ ജമാഅത്തിന് തഹജ്ജുദിന്റെയും അപ്പുറത്തുള്ള പ്രതിഫലമാണ്. വലിയ പ്രതിഫലമാണ് സുബ്ഹിന്റെ ജമാഅത്തിനുള്ളത്. അതുകൊണ്ട് സുബ്ഹിന്റെ ജമാഅത്തിന് വന്നോളണം. തഹജ്ജുദിന്റെ കാരണം പറഞ്ഞിട്ട് ഇനി മുടങ്ങിക്കൂടാ. രാത്രി മുഴുവനും നിസ്കരിക്കുന്നതിനേക്കാളും എനിക്കിഷ്ടം സുബ്ഹിന്റെ ജമാഅത്തിന് സംബന്ധിക്കലാണ് എന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞു. ഒരു ദിവസം കാണാതായപ്പോഴാണ് ചോദ്യം. അങ്ങനെയാണെങ്കിൽ എല്ലാ ദിവസവും ചോദിക്കണ്ടല്ലോ നമ്മൾ പലരോടും.